അങ്ങനെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അടുത്ത് തന്നെയുള്ള എടപ്പാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ പോണത്. എൻ്റെ ഡെലിവറി ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴും ഇവിടെ തന്നെയാണ് വരാറ്. അങ്ങനെ ടോക്കൺ എടുത്തു. ഇനി എൻഡോസ്കോപ്പി ചെയ്യുന്ന സ്ഥലത്തേക്ക്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ടെസ്റ്റിൻ്റെ മുൻപായിട്ട് ഇതുപോലൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞു, ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോഴുള്ള എൻ്റെ ഇരിപ്പുണ്ടല്ലോ, ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. എൻ്റെ ചുണ്ട്, നാവ് എല്ലാം ഭയങ്കരമായി തരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങോട്ട് മാറിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു ചൂടുള്ള ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അത് കഴിച്ചാലാണ് വായിലുള്ള ആ ഒരു തരിപ്പൊക്കെ അങ്ങ് വിട്ടു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടുള്ള ക്യാൻറ്റീനിലേക്ക് ഞങ്ങൾ വന്നൊരു കാപ്പിയൊക്കെ കഴിച്ചു. ഇനി ഡോക്ടർ എന്താകും റിസൾട്ട് കണ്ടിട്ട് പറയുക, അതാണ് മനസ്സിലെ ചിന്ത. ഞാൻ ചിന്തിച്ച് കൂട്ടിയതുപോലെ വലിയ അസുഖങ്ങളൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു. ചെറിയ അസിഡിറ്റിയുടെ ചെറിയ പ്രോബ്ലം ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു സമാധാനം.